ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുവചനം പറയുന്നു, ജീവിതകാലം മുഴുവനും നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക, ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ, അനീതി പ്രവർത്തിക്കരുത്. ആരൊക്കെ നിന്നെ കൈവിട്ടാലും ദൈവം ഒരിക്കലും കൈവിടില്ല. നിനക്ക് നീതി നടത്തിത്തരാൻ നീതിമാനായ ദൈവം നേരിട്ട് നിന്റെ ജീവിതത്തിൽ ഇടപെടും. നിന്റെ ഞെരുക്കങ്ങളിൽ അവിടുന്ന് നിന്നെ ഉപേക്ഷിക്കുകയില്ല. ദൈവസന്നിധിയിൽ നീതി പ്രവർത്തിക്കുന്ന നിന്റെ അഭിമാനത്തിന് ക്ഷതം പറ്റാതെ കർത്താവ് നിന്നെ കാത്തു സൂക്ഷിക്കും. നിനക്കെതിരെയുള്ള ശത്രുവിൻ്റെ കെണിയിൽ നിന്നും, ചതിവിൽ നിന്നും, വഞ്ചനയിൽ നിന്നും കർത്താവ് നിന്നെ എപ്പോഴും കാത്തുകൊള്ളും. അതിനാൽ സഹനങ്ങളിൽ നിന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അവിടുന്ന് ഒരിക്കലും നിന്നെ നിരാശപ്പെടുത്തില്ല. നാളത്തെ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഈ രാത്രിയിൽ എല്ലാ വിഷമങ്ങളും, വേദനകളും, രോഗങ്ങളും, ദുഃഖവും, പ്രയാസങ്ങളും, മനസ്സിനെ നൊമ്പരപ്പെടുത്തിയ എല്ലാ പ്രശ്നങ്ങളും കർത്താവിനെ ഏൽപ്പിച്ച് ഈ രാത്രിയിൽ സ്വസ്ഥമായി ദൈവസന്നിധിയിൽ നമുക്ക് ഉറങ്ങാം. അവിടുത്തെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 4:1-3 വരെയുള്ള വാക്യങ്ങൾ. എനിക്ക് നീതി നടത്തിത്തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ഞെരുക്കത്തിൽ എനിക്ക് അങ്ങ് അഭയമരുളി കാരുണ്യപൂർവം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. മാനവരെ, എത്ര നാൾ നിങ്ങൾ എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും? എത്ര നാൾ നിങ്ങൾ പൊള്ളവാക്കുകളിൽ രസിച്ച് വ്യാജം അന്വേഷിക്കും? കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നീതിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ഈ രാത്രിയിൽ ഞങ്ങൾ കടന്നുവന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ നിലവിളിയെ കേൾക്കണമേ, പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ദുഃഖവും വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളുടെ കൂടെ നിന്ന് വൻ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങളുടെ കഴിഞ്ഞ കാലത്തിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ ഞങ്ങൾക്ക് അർഹതപ്പെടാത്ത അനുഗ്രഹങ്ങളാണ് നീ ഞങ്ങൾക്ക് നൽകിയത്. കർത്താവേ, ഞങ്ങൾ പാപികളാണ്. നീതിമാനായ ദൈവമേ, നിന്റെ നീതിയാൽ നീ ഞങ്ങളെ നീതീകരിച്ചു. കർത്താവേ, ഇത്രമാത്രം നീ ഞങ്ങളെ സ്നേഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളിൽ നിന്ന് നീ എത്രയധികമായി ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച വ്യക്തികളിൽ നിന്ന് കർത്താവേ, നീ ഞങ്ങളെ കാത്തു സംരക്ഷിച്ചു. നീയാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ്. നിന്റെ സന്നിധിയിലാണ് ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്. നിന്റെ സന്നിധിയിൽ കേൾക്കാത്ത പ്രാർത്ഥനകളില്ല. ഞങ്ങളുടെ നിലവിളിക്ക് എപ്പോഴും നീ ചെവി ചായ്ച്ച് കേൾക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, യുവതി യുവാക്കളെ, വയോവൃദ്ധരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാം ഈ സമയം ഞാൻ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിൻ്റെ നിലവിളിയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വേദനാജനകമായ അനുഭവങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, അവരുടെ നഷ്ടങ്ങളെയും ഭാരങ്ങളെയും സമർപ്പിക്കുന്നു. അവരെ അലട്ടുന്ന രോഗങ്ങളെ സമർപ്പിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു.
ദൈവമേ, എല്ലാവരും കൈവിട്ട അവസ്ഥയെ സമർപ്പിക്കുന്നു. കൂടെ നിന്നവർ വിശ്വാസവഞ്ചന കാണിച്ച് കടന്നുപോയി ഒറ്റപ്പെടുത്തിയ അവസ്ഥയെ സമർപ്പിക്കുന്നു. ഞങ്ങൾ സഹായിച്ചവർ തിരികെ ഞങ്ങൾക്കെതിരെ മല്ലിട്ട് നിൽക്കുന്ന അവസ്ഥയെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പതനം കാണാൻ ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ തകർച്ചയെ കണ്ട് അട്ടഹസിക്കാൻ കാത്തു നിൽക്കുന്നവരെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന നന്മകളെയെല്ലാം ഒന്നുമല്ലാതാക്കി കാണിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിക്കാവോ അങ്ങനെയെല്ലാം ശ്രമിക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവേ, ഒളിഞ്ഞും പതുങ്ങിയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്നവരെ, എന്നാൽ മുഖാഭിമുഖം കാണുമ്പോൾ ഒത്തിരി സ്നേഹത്തോടെ പെരുമാറുന്നവരെ, ഈ വ്യക്തികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച എല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങൾക്കെതിരെ തിന്മ പ്രവർത്തിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നാശം ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവേ, ആരൊക്കെ എന്നെ കൈവിട്ടാലും നീ എന്നെ കൈവിടില്ല എന്നെനിക്ക് വിശ്വാസമുണ്ട്. അതിനാൽ ദൈവമേ, എൻ്റെ സഹനങ്ങളിൽ ഞാൻ അങ്ങയോട് ചേർന്ന് നിൽക്കുന്നു. എൻ്റെ സഹനങ്ങളിൽ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. കർത്താവേ, അങ്ങയിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഓരോ നിമിഷവും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ജീവിതകാലം മുഴുവനും കർത്താവേ, നീ നൽകിയ അനുഗ്രഹങ്ങളെ, നീ ചെയ്ത അത്ഭുതങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ അതിനായി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ സന്നദ്ധിയിൽ നീതിനിഷ്ഠമായി പ്രവർത്തിക്കുവാൻ, ജീവിക്കുവാൻ, വ്യാപരിക്കുവാൻ ഇന്നും എന്നും ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ഭയവും നിരാശയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. എല്ലാ ദുഷ്ട ജീവികളിൽ നിന്നും, ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവേ, വിഷകരമായ ഇഴജന്തുക്കളിൽ നിന്ന്, ഹിംസ്ര ജന്തുക്കളിൽ നിന്ന്, ഹിംസ്ര ജീവികളിൽ നിന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അമിതമായ മഴയിൽ നിന്നും, വെള്ളപ്പൊക്കത്തിൽ നിന്നും, കൊടുങ്കാറ്റിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. എല്ലാ പൈശാചിക പീഡനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഭവനത്തെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ വസ്തുവകകളെ നീ കാത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശത്രുക്കൾക്കും ഈ രാത്രിയിൽ ദൈവികമായ അനുതാപം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളെല്ലാവരോടും ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ ഞങ്ങൾ സകലരോടും, ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്ന എല്ലാവരോടും ഈ രാത്രിയിൽ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പൂർണ്ണമായും ക്ഷമിക്കുന്നു. ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ സന്നിധിയിൽ ചെയ്ത എല്ലാ പാപങ്ങൾക്കും ഈ രാത്രിയിൽ ഞങ്ങൾ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. എൻ്റെ സ്വർഗസ്നായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ എനിക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കരുണയുള്ളവരായി കാണപ്പെടുന്നതിന് കരുണയുടെ പരിശുദ്ധാത്മാവേ, ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഈ രാത്രിയിൽ സകലതും നിന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം കാത്തുകൊള്ളണമേ. നല്ല ഒരു ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും നീ പ്രത്യേകം നിന്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വെക്കുന്നു. കാത്തുകൊള്ളണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് നല്ല ഒരു ഉറക്കം ഈ രാത്രിയിൽ നൽകുന്നതിനെ ഓർത്ത് ദൈവമേ, അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും വേദനയും നിസ്സഹായ അവസ്ഥയും മാറ്റി കർത്താവിൻ്റെ സ്നേഹവും സന്തോഷവും നിറച്ച് നല്ല ഒരു ഉറക്കം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്കും പ്രത്യേകം പ്രാർത്ഥിക്കുക. ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.